ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മൈസൂരിലെ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് കേട്ടോ. അതായത് നമ്മൾ മൈസൂർ പോകുമ്പോൾ അവിടെ കോമൺ ആയിട്ട് എല്ലാ ഡെസ്റ്റിനേഷനിലും കാണുന്നൊരു സംഭവമാണ് ഈ ഒരു കുതിര സവാരി. അത് ഇവിടെയുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ത്രിവേണി സംഗമം എന്നുള്ള ഇത് കാണാൻ വേണ്ടിയിട്ട്, അതായത് 3 പുഴകൾ തമ്മിൽ ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. കാവേരി, ഹേമാവതി, ലോക് ഭവാനി എന്നീ നദികൾ കൂടിച്ചേരുമ്പോഴാണ് ഇതിനെ ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. നദികൾ സംഗമിക്കുന്നത് പുറമേ കാണാൻ കഴിയില്ല. ഭൂഗർഭത്തിലാണ് ഈ നദീ സംഗമം നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ പുഴയുടെ നടുക്ക് ഒന്ന് പോയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ സജ്ജീകരണം ഉണ്ട്. അതായത് ഒരു കെട്ടുവെള്ളം കണ്ടല്ലോ, അതിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് അക്കരെ ഒന്ന് പോയിട്ട് വരാം. അതിന് അവർ ഈടാക്കുന്ന പൈസ എന്ന് പറയുന്നത് 100 രൂപയാണ്. മൈസൂരിൽ നിന്ന് ത്രിവേണി സംഗമത്തിലേക്ക് ഏകദേശം ഒരു 22 കിലോമീറ്ററോളം യാത്ര വരുന്നുണ്ട് കേട്ടോ. ഹിന്ദു പാരമ്പര്യത്തിൽ ത്രിവേണി സംഗമം 3 നദികളുടെ സംഗമമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഒരു പുണ്യസ്ഥലം കൂടിയാണ്. ഇവിടെ കുളിക്കുന്നത് ഒരാളുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുകയും പുനർജന്മ ചക്രത്തിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്.